ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ഫുക്കോക്കിലെ ഡേ 3 ആണ്. അപ്പം നമ്മൾ ഇന്നിവിടെ സ്റ്റാർ ഫിഷ് ബീച്ച് അങ്ങനത്തെ കുറച്ച് ലോക്കൽ സൈറ്റ് സീയിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളൊരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണേ. നമുക്ക് ചുറ്റും കടലാണ്, അതിൻ്റെ നെടുക്കാണ് ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ സ്റ്റാർ ഫിഷ് ബീച്ചിലോട്ട് പോവാണ്. സ്റ്റാർ ഫിഷ് ബീച്ചിലോട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മളിവിടെ ബൈക്ക് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വഴി വന്നതിന് ശേഷം ഇവിടുന്ന് ബോട്ടിൽ വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബോട്ട് വന്നു കേട്ടോ. ബോട്ടിൽ ഒരാൾക്ക് 200 റുപ്പീസ് ആയിരുന്നു അവർ ചാർജ് ചെയ്ത റേറ്റ് എന്ന് പറയുന്നത്. ഒരു 10 to 15 മിനിറ്റ്സ് എത്തും കേട്ടോ നമുക്ക് അപ്പുറത്തുള്ള സ്റ്റാർ ഫിഷ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റാർ ഫിഷ് ബീച്ചിൽ നമുക്ക് എല്ലാ സമയവും സ്റ്റാർ ഫിഷിനെ കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാർ ഫിഷിനെ കാണാൻ പറ്റുമെന്നൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടാണെങ്കിൽ കവേർഡ് ആയത് കാരണം നമുക്ക് അധികം സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഒരു 10-15 മിനിറ്റ് എത്തിയപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ബീച്ചിലെത്തി. അതാണ് നമ്മുടെ സ്റ്റാർ ഫിഷ് ബീച്ചിലേക്ക്. സ്റ്റാർ ഫിഷ് ബീച്ചിലെത്തിയതും നമ്മൾ സ്റ്റാർ ഫിഷിനെ കണ്ടു. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ, നമ്മുടെ അടുത്ത് സ്റ്റാർ ഫിഷ്. അപ്പോൾ ഇതാണ് സ്റ്റാർ ഫിഷ്. അങ്ങനെ ആ ഒരു ബീച്ച് നിറച്ച് ഇങ്ങനെ അതിൻ്റെ കരയോട് അടുപ്പിച്ച് സ്റ്റാർ ഫിഷ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർ ഫിഷിനെ എടുക്കുകയൊക്കെ ചെയ്യാം, എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ സ്റ്റാർ ഫിഷ് അധികം നമുക്കിങ്ങനെ എടുത്ത് പിടിക്കാനൊന്നും പറ്റത്തില്ല, അത് പെട്ടെന്ന് ചത്തുപോകും. അത് കാരണം ഫോറിനേഴ്സൊന്നും അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല നമുക്കിങ്ങനെ സ്റ്റാർ ഫിഷിനെ എടുത്ത് ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ അതിനെ എല്ലാം പിടിച്ച് നിരത്തി ഇടുന്നതൊന്നും ഫോറിനേഴ്സിന് അത്ര താല്പര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ബീച്ചിൽ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ റെൻറ്റിന് ഒരു ചെയറൊക്കെ എടുക്കാം, എന്നിട്ട് നമുക്ക് കിടക്കുകയൊക്കെ ചെയ്യാം. 50 റുപ്പീസാണ് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറിൻ്റെ റേറ്റൊക്കെ. അങ്ങനെ നമ്മൾ കുളിച്ചൊന്നുമില്ല, കാരണം നമ്മൾ ഡ്രസ്സൊന്നും ആയിട്ടല്ല വന്നത്. ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മൾ ഇവിടുന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാർ ഫിഷിനെയൊക്കെ പെറുക്കി നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ ഫുക്കോക്ക് സെർച്ച് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് വന്ന റീല് സ്റ്റാർ ഫിഷ് ബീച്ചിൻ്റെ റീലായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്റ്റാർ ഫിഷിനെ കാണാനും അതിനൊപ്പം ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും. എന്തായാലും അത് നടന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫുക്കോക്കിൽ പോണവർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും മിസ്സാകാൻ പറ്റാത്ത ഒരു സ്പോട്ടാണ് സ്റ്റാർ ഫിഷ് ബീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഒരു 1-1.5 മണിക്കൂർ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ നമ്മളെ കൊണ്ടുപോയ ബോട്ട് തന്നെ നമ്മളെ തിരിച്ച് പിക്കപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് അപ്പുറത്തെ ലൊക്കേഷനിലെത്തി. ആ സമയത്തായിരുന്നു അവിടെ ഒരു അടിപൊളി സൺസെറ്റ് ഒക്കെ. അപ്പം നമ്മൾ ഇവിടുത്തെ സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മൾ പോവാണ്. ഇന്നത്തെ നമ്മുടെ ഡേ തീർന്നു. ഇനിയിപ്പോൾ 2-3 സ്ഥലങ്ങളും കൂടെ പോയിട്ട് നമ്മുടെ സ്റ്റാർ ഫിഷ് ബീച്ചൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.